ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ദ സിംഗേഴ്സ് റെസിപ്പി. ഇന്ന് ഞാനിവിടെ റവ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പായി നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഷെയർ എല്ലാം ചെയ്യണം. ഇനി ഈ ലഡുവിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്നും എങ്ങനെ ഉണ്ടാക്കുമെന്നുള്ളത് നമുക്ക് നോക്കാം. റവ ലഡു എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു 3 ടീസ്പൂണ് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി ഇതിലേക്ക് കുറച്ച് കിസ്മിസും കുറച്ച് കാഷ്യൂനട്ടും വറുത്ത് കോരിയെടുക്കാം. കിസ്മിസും കാഷ്യൂനട്ടും വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ആ നെയ്യിലേക്ക് തന്നെ ഞാനിവിടെ 250 ഗ്രാം റവയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ നെയ്യിലിട്ട് നന്നായി വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്ത് കോരിയെടുക്കാൻ. ഇതിലേക്ക് അതേ 250 ഗ്രാം പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാനാണ്. 1 ടീസ്പൂൺ ഏലക്കപ്പൊടി, കാഷ്യൂനട്ടും കിസ്മിസും വറുത്തത്, ഇതെല്ലാം ഇട്ട് ഇളക്കാം. ഒരു 1/2 ഗ്ലാസ് പാല് തെളിച്ച് കൊടുക്കാം. ഇതില് ഇനി നന്നായി ഇളക്കാം. ഏകദേശം ഇപ്പോൾ റവയും പഞ്ചസാരയും എല്ലാം അലിഞ്ഞു. ഇതിൽ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് ഇതിനെ ഉരുട്ടി സെർവിങ് പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കാണിക്കാം. റവ ലഡു ഇവിടെ റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ റവ ലഡു ഉണ്ടാക്കാം. കടയിൽ നിന്ന് മേടിക്കുന്നതിലും വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഇനിയും വേറെ വീഡിയോയുമായി വരുന്നതായിരിക്കും ഞാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.